ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ലേഹ്യം തയ്യാറാക്കുകയാണ്. നെല്ലിക്ക ലേഹ്യമാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. മുടി വളരുന്നതിനും കണ്ണിൻ്റെ കാഴ്ചയ്ക്കും പല്ലിൻ്റെ ബലത്തിനും ഒക്കെ നല്ലൊരു ലേഹ്യമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 2 കിലോ നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കറുത്ത നെല്ലിക്കയെല്ലാം മാറ്റിയതിന് ശേഷം നെല്ലിക്ക നല്ലതുപോലെ കഴുകിയെടുക്കാം. നെല്ലിക്കയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 3 പ്രാവശ്യം കഴുകിയെടുക്കണം. കൈകൊണ്ട് നല്ലതുപോലെ ഞെവടി പൊടിയും അഴുക്കും എല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലോട്ട് മാറ്റാം. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തട്ട് നിറച്ചതിന് ശേഷം അടച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി കുറച്ച് ജീരകം എടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു 10-12 ഗ്രാമ്പു ഇട്ട് കൊടുത്താൽ മതി. 2 പീസ് പട്ട ഇട്ട് കൊടുക്കാം. കറുകപ്പട്ട ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഏലക്ക ഇട്ട് കൊടുക്കാം. 10-15 ഏലക്ക മതിയാകും. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഇനി ഒരു 100 ഗ്രാം കൽക്കണ്ട് പൊടിച്ചെടുക്കാം. ജീരകവും ഏലക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് വറുത്ത് പൊടിച്ച് വയ്ക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നെല്ലിക്ക വേവിച്ചെടുത്തത് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെ പൊട്ടി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നെല്ലിക്ക അരി കളഞ്ഞെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാം. നെല്ലിക്ക ഒന്ന് പ്രസ് ചെയ്താൽ മതി. നെല്ലിക്ക പൊട്ടിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അരി വേർതിരിച്ചെടുക്കാൻ പറ്റും. എല്ലാ നെല്ലിക്കയും ഇതുപോലെ ആക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് നെല്ലിക്ക ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം. എല്ലാ നെല്ലിക്ക മുഴുവനായിട്ടും അരി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2 കിലോ നെല്ലിക്കയ്ക്ക് 2 കിലോ നെല്ലിക്ക അളവിൽ തന്നെ ശർക്കര എടുക്കണം. 2 കിലോ ശർക്കര തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പൊടിച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ചെറിയ ചരുവത്തിലിട്ടാൽ വെള്ളം ചിലപ്പോൾ തിളച്ച് പൊങ്ങിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചരുവം മാറ്റി കുറച്ചുകൂടെ വിസ്താരമുള്ള ചരുവത്തിലോട്ട് മാറ്റി ഉരുക്കിയെടുക്കാം. ഒന്ന് തിളപ്പിച്ച് പാനിയാക്കിയാൽ മതി. ഇതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ഉരുക്കിയെടുക്കണം. നെല്ലിക്ക ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. ഇത് കുറേശ്ശെയായിട്ടിട്ട് അരച്ചെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് അരച്ച് ഒരു ചരുവത്തിലോട്ട് മാറ്റാം. ഓരോ പ്രാവശ്യവും ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ചരുവത്തിലോട്ടാക്കിയാണ്. ഇപ്പം എല്ലാം അരച്ച് തീർന്നിട്ടുണ്ട്. ഇനി ശർക്കര പാനി അരിച്ചെടുക്കാം. നല്ലതുപോലെ വെട്ടി തിളച്ചു കൊണ്ടിരിക്കുകയാണ്. ശർക്കര എല്ലാം ഉരുകി. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും വറ്റിച്ചെടുക്കണം. അഴുക്കെല്ലാം മാറ്റിയതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരടുപ്പിലെ വറ്റുന്ന നേരം കൊണ്ട് ഇരുമ്പ് ചട്ടിയോ കട്ടിയുള്ള ഏതെങ്കിലും വലിയ ചരുവോ എന്തെങ്കിലും വെക്കണം. ഞാനിവിടെ ഉരുളി വെച്ചിട്ട് അതിലേക്ക് 100 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് എത്രയും വറ്റുന്നത് അത്രയും നല്ലതാണ്. അരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. ഇളക്കി നല്ല കുറുകി വറ്റുന്നത് വരെ ഇളക്കണം. ആദ്യമേ നല്ല തീ കൂടുതലായിട്ടിട്ട് വേണം
കുറുക്കിയെടുക്കാൻ. ഇനി ഒരു 200 ഗ്രാം മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ അരിയില്ലാത്ത എടുത്ത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അരച്ചും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് കഴുകി കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ നല്ലതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് കൽക്കണ്ട് ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന കൽക്കണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകവും ഏലക്കയും ഗ്രാമ്പും പട്ടയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരു 100 ഗ്രാം ചുക്ക് ഒന്ന് കഴുകി ഉണക്കി പൊടിച്ച ചുക്കാണ്, ഒന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ച് അരിക്കണം. അരിച്ചതിന് ശേഷം മാത്രമേ ചുക്ക് ചേർത്ത് കൊടുക്കാവൂ. ചുക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മുഖപ്രസാദത്തിനും ശരീര സൗന്ദര്യത്തിനും ഈ ലേഹ്യം വളരെ നല്ലതാണ്. ഒരു വാഴയില ഇതുപോലെ വെട്ടി അടച്ചാൽ നന്നായിരിക്കും. ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് വാഴയില വെച്ച് അടച്ചു വയ്ക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് അകത്തൂടെ പുറത്ത് തെറിക്കാത്ത വിധം ഒന്ന് ഇളക്കി കൊടുക്കാം. ശക്തിയായിട്ട് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് കുറച്ച് നേരം എന്തെങ്കിലും വെച്ച് മറച്ചു വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ. ഇലയില്ലെങ്കിൽ മുറം വെച്ചും മറച്ചു വെച്ചുകൊണ്ട് ഇളക്കി കൊടുക്കാം. ഈർപ്പമെല്ലാം വറ്റുന്നത് വരെ ഒരു പൊട്ടിത്തെറിയുണ്ട്, അത് സാധാരണമാണ്. ഇനി ഇത് കുറുകുന്നത് വരെ അങ്ങനെ നിൽക്കും. കുറുകിയെങ്കിൽ മാത്രമേ ഇത് പൊട്ടിത്തെറി ഇല്ലാതിരിക്കത്തുള്ളൂ. ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 100 ഗ്രാം തേനാണ് ഇതിന് വേണ്ടത്. 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ തന്നെ ഇതിനെ ഇളക്കുന്നത്. ബാക്കിയുള്ള തേനും കൂടെ ഒഴിച്ചു കൊടുത്ത് നിർത്തിയാണ്. തേൻ മൊത്തം 100 ഗ്രാം തേനും ഇതിൽ ചേർത്ത് കഴിഞ്ഞു. നന്നായി ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാതെ നോക്കണം. നല്ല കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കാം. ഇതിപ്പോൾ നല്ല ലേഹ്യമായി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം വാഴയില വെച്ച് അടച്ചു വെച്ചിരുന്നാൽ മതി. കുറച്ച് നേരം തണുത്തുടനെ കുപ്പിയിലോട്ടാക്കാം. നെല്ലിക്ക ലേഹ്യം തയ്യാറായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റിയിലുള്ള നെല്ലിക്ക ലേഹ്യമാണ്. ഈ ലേഹ്യം അതിലോട്ടാക്കാം. ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രമേ തൊടാവൂ. ലേഹ്യം ഇതുപോലെയാണ് ഇരിക്കുന്നത്. തണുക്കുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ടിരിക്കും. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഈ നെല്ലിക്ക ലേഹ്യം വളരെ നല്ലതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്സ്.